നിലവിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് ഐക്യദാർഢ്യം അല്ലെങ്കിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സസ്പെൻഷനിലായ ഗൺമാന്മാർ നിലവിലിപ്പോൾ എത്തിയിരിക്കുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും അതുകൂടാതെ നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വാടക വീടിന് മുൻപിലാണ്. നിലവിലിപ്പോൾ ഈ വീടിനുള്ളിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുകയാണ്. ഇന്ന് രാവിലെയാണ് റെയ്ഡ് ആരംഭിച്ചത്. ഇവിടെ ഈ ഒരു വീടിന് മുൻപിൽ നമുക്ക് കാണുവാൻ സാധിച്ച ഒരു പ്രത്യേകതരം കാഴ്ചയുണ്ട്. അതായത് നവകേരള യാത്രക്കിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൺമാന്മാരെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. ഈ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഈ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഉത്തരവും ഇറങ്ങിയിരുന്നു. ഈ ഇഡിയുടെ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിലാണ് പിണറായി വിജയൻ്റെ വാടക വീടിന് മുൻപിൽ ഈ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും, അതായത് സസ്പെൻഷനിലായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നമുക്ക് കാണുവാൻ സാധിച്ചത്. അതായത് ഇവരാണ് സന്ദീപ്, ഷൈജു, വിപിൻ, അനിൽകുമാർ, അരുൺ എന്നിവരാണ് നിലവിലിപ്പോൾ ഈ ഒരു ഇഡിയുടെ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീടിന് മുൻപിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. അതേസമയം തന്നെ CPMൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നിലവിലിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സസ്പെൻഷനിലായിരിക്കുന്ന ഈ ഒരു സമയത്തും നിലവിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് ഐക്യദാർഢ്യം അല്ലെങ്കിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഈ ഗൺമാന്മാർ, ഈ സസ്പെൻഷനിലായ ഗൺമാന്മാർ നിലവിലിപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ്റെ ഗൺമാന്മാർ അനിൽകുമാർ, അകമ്പടി സേനയിലെ അംഗങ്ങളായിരുന്ന സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നിവർക്കെതിരെയാണ് ഇക്കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ നടപടി ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചത്. 25 വർഷമായി പിണറായി വിജയൻ്റെ ഗൺമാനാണ് അനിലും ഇവിടെയുണ്ട്. 2023 ആലപ്പുഴയിൽ നടന്ന സംഭവത്തിൽ SIT റിപ്പോർട്ട് നേരത്തെ പോലീസ് ആസ്ഥാനത്തിന് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായത്. പ്രതിഷേധക്കാരെ നേരിടാൻ ഗൺമാന്മാർ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും പ്രവർത്തകരെ മർദ്ദിച്ചത് കുറ്റകൃത്യമായി കണക്കാക്കി ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണം എന്നും SITയുടെ റിപ്പോർട്ടിൽ എന്തായാലും പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിലവിലിപ്പോൾ ഈ ഒരു ED റെയ്ഡ് പിണറായി വിജയൻ്റെ വാടക വീടിന് മുൻപിൽ, വാടക വീട്ടിൽ നടക്കുന്ന സാഹചര്യത്തിൽ ഗൺമാന്മാരെ പുറത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് 5 പേരും EDയുടെ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.